ഓണത്തിന് സ്കൂളിന് അവധിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരുവോണത്തിൻ്റെ അന്ന് വൈകിട്ടാണ് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ ഞാൻ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തിനുള്ളിൽ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും വിഭവങ്ങളൊന്നും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചില്ല. കാരണം നാളെ നമുക്കൊരു ഓണം പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഇല കിട്ടി. ഇല പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പം പിന്നെ വിചാരിച്ചു പിന്നെ ഇലയിൽ വിളമ്പാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെ പിന്നെ എല്ലാം ഒരു തച്ചിരുത്തങ്ങ് ഉണ്ടാക്കി. ഈ പപ്പടം കടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാവരെയും കൊണ്ട് പപ്പടം മൂടെന്ന് പറയുന്ന റീലെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഇന്നാണ് നമ്മുടെ ഓണ പ്രോഗ്രാം. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കുളിച്ച് സുന്ദരി സുന്ദരന്മാരായിട്ട് റെഡി ആയിട്ടുണ്ട്. വർഷിക്കുട്ടി ആദ്യമായിട്ടാണ് കേട്ടോ സെറ്റും മുണ്ടുമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഹോളിലേക്ക് പോവുകയാണ്. ഇപ്രാവശ്യം ഓണത്തിന് നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവാൻ്റെ ഫ്രണ്ടും കൂടാണ് ആദ്യം ഓണ സ്പീച്ചൊക്കെ തുടങ്ങിയത്. പിന്നെ തിരുവാതിര കളി, പിന്നെ നമ്മുടെ ഓണം മൂടിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സദ്യ കഴിച്ചിട്ടായിരുന്നു അടുത്ത കലാപരിപാടികളൊക്കെ ആരംഭിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് ഉപ്പ് വിളമ്പിയത് വിവാനാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ വിഭവങ്ങളും ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. നല്ല അടപ്രഥമനും സേമിയ പായസം ഒക്കെ കൂട്ടി നല്ല കിട്ടിയില്ല സദ്യയായിരുന്നു. അതിനുശേഷം നമ്മുടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ച് ഗ്രൂപ്പ് ഡാൻസും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യത്തെ ഓണം ഞങ്ങൾക്ക് മൊത്തത്തിൽ കളറായിരുന്നു. കാരണം ഞാനും ഏട്ടനും ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത്.